ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാവുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 88 ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഗിയു തൻ്റെ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുകയാണ്. ടാഞ്ചറോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയു ഇത് യൂസ് ചെയ്യുന്നത്. വാട്ടർ ബ്രീത്തിങ്ങോ, കുറേ കാലമായി ഇത് കണ്ടിട്ട് വീണ്ടും കണ്ടതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ ഗിയു വാട്ടർ ബ്രീത്തിങ് 11th ഫോം യൂസ് ചെയ്യാണ്. വാട്ടർ ബ്രീത്തിങ്ങിന് 11th ഫോമോ? അമ്മോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 50 വർഷമായി ഞാനൊരു വാട്ടർ ബ്രീത്തറോട് ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ 11th ഫോം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് ടാഞ്ചറൊക്കെ കലി കയറുന്നുണ്ട്. എങ്ങനെയെങ്കിലും ദുഷ്ടൻ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ടാഞ്ചറോ വാളോങ്ങി വെട്ടാൻ പോവുകയാണ്. പക്ഷേ ടാഞ്ചറോൻ്റെ വെട്ടുന്ന ജസ്റ്റ് അവൻ ഡിസപ്പിയർ ആവുകയാണ്. അവനാണ് കാണുന്നില്ല. ഇവൻ ഡിസപ്പിയർ ആയോ എന്ന് നോക്കുമ്പോൾ തന്നെ ടാഞ്ചറോൻ്റെ തൊട്ട് പുറകിൽ തന്നെ അഗാസ ഉണ്ടായിരുന്നു. ടാഞ്ചറോൻ്റെ മുഖത്ത് നോക്കി ഒരൊറ്റ പഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഗിയു വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ട് ആകാശാൻ്റെ ഒരു കൈ മുറിച്ചു മാറ്റിയാണ്. വെട്ടിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവന് പുതിയ കൈ മുളച്ചു വരികയാണ്. ഇവന് ഇത്രയും നല്ലത് റീജനറേറ്റീവ് എബിലിറ്റി ഉണ്ടോ? അടുത്തത് ചാടി വന്നത് ഗീൻ്റെ മുന്നിലേക്കാണ്. മാക്സിമം വാട്ടർ ബ്രീത്ത് ഉപയോഗിച്ചിട്ട് ആകാശൻ്റെ എല്ലാ അറ്റാക്കിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ടാഞ്ചറോ അവൻ്റെ കാല് നോക്കി വെട്ടാൻ പോവുകയാണ്. കാല് നോക്കി വെട്ടാൻ പോകുമ്പോൾ തന്നെ ഒരൊറ്റ കിക്ക് കൊടുക്കുകയാണ് ടാഞ്ചറോൻ്റെ മോന്തയ്ക്ക് ഇട്ടിട്ട്. ടാഞ്ചറോ തെറിച്ച് വീഴുകയാണ്. അഗാസ ചവിട്ടി ടാഞ്ചറോ തെറിച്ച് വീണെങ്കിൽ ടാഞ്ചറിൻ്റെ മൂക്കുന്നൊക്കെ ഒരുപാട് ബ്ലഡ് വരികയാണ്. അത്രയ്ക്കും പഞ്ചിങ് എബിലിറ്റി ഉള്ള ഒരു ഡീമണാണ് അഗാസ. അടുത്തത് ഗിയുവായിട്ടാണ് അറ്റാക്ക് വന്നത്. എടാ വാട്ടർ ബ്രീത്തറെ, നിൻ്റെ പേരൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? നോ മാൻ, ഞാൻ ഒരിക്കലും ഒരു ഡീമനോട് എൻ്റെ പേരോ എൻ്റെ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാറില്ല. വേണ്ട, നീ പറയണ്ട. ഞാൻ ഫൈറ്റിനിടയ്ക്ക് നിൻ്റെ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നോളാം. അടുത്തത് അഗാസ നേരെ ചാടി വന്ന് നമ്മുടെ ഗിയുവിൻ്റെ സോഡിനിട്ട് തന്നെ ചവിട്ടാണ്. ആ ചവിട്ടിലാട്ടെ ഗിയു തെറിച്ചു പോവുകയാണ്. അതായത് അത്രയ്ക്കും പവറാണ് നമ്മുടെ അഗാസയ്ക്ക്. ചുമ്മാ തെറിച്ചു പോയതല്ല, 1 കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതേപോലെ ഇൻഫിനിറ്റി കാസിലിൻ്റെ ഏതോ ഒരു ദിക്കിലേക്ക് ഗിയു തെറിച്ചടിച്ച് പോവുകയാണ്. ഇത് കണ്ടെന്ന് ടാഞ്ചറോ ഗിയു എന്ന് വിളിക്കുന്നുണ്ട്. ടാഞ്ചറോ നോക്കി നിൽക്കുമ്പോൾ തന്നെ അഗാസ തൊട്ടെടുത്തു വന്ന് ചോദിക്കുക, ഗിയു എന്നാണോ അവൻ്റെ പേര്? പറഞ്ഞത് നന്നായെന്ന് അറിയാം. അപ്പം തന്നെ ടാഞ്ചറോ അഗാസിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാണ്. ടാഞ്ചറോ എങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ടാഞ്ചറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടാഞ്ചറോൻ്റെ അഗാസ ചോദിക്കുകയാണ്, അല്ല, നീ അന്ന് റെങ്കോക്കുവിനെ ഞാൻ കൊന്ന സമയമല്ലേ? അപ്പോൾ നീ ഒരുപാട് വീക്കായിരുന്നല്ലോ. ഇപ്പം നീ ഒരുപാട് ട്രെയിനിങ് എടുത്തല്ലേ? ഗുഡ് ബോയ്. ഒരു കണക്കിന് ആ ഫയർ ആശിര ചത്തത് നന്നായി. അതല്ലേ നീ ഇത്രയും സ്ട്രോങ് ആയത്? അല്ലെങ്കിൽ നിനക്ക് ഇത്ര സ്ട്രോങ് ആകാൻ പറ്റില്ല. എന്നോട് ഇത്രയും വീറും ദേഷ്യവും നിനക്ക് വരില്ല. നീ എന്താണ് ഈ പറഞ്ഞത്? നിനക്ക് റെങ്കോക്കുവിനെ പറ്റി പറയാൻ എന്താണ് അധികാരം? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട ഡീമനല്ല. പയ്യ, നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്ക് അവനോടോ നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്ക് വീക്കറായുള്ള ആൾക്കാരില്ലേ, അവരെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അവരെ കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അത് നിനക്കറിയോ? നാച്ചറിൻ്റെ ലോ തന്നെ അങ്ങനെയാണ്. വീക്കറിനെ എപ്പോഴും എലിമിനേറ്റ് ചെയ്ത് കളയണം. അല്ല, അത് തെറ്റാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ എപ്പോഴും ജീവനോടെ ഇരിപ്പില്ലേ? നിനക്കൊരു കാര്യം അറിയാം, നമ്മളെല്ലാവരും വീക്കേഴ്സാണ്. നമ്മൾ കൊച്ചടിക്കുമ്പോൾ നമ്മളെല്ലാവരും വീക്കറാണ്. പിന്നെയാണ് നമ്മൾ സ്ട്രോങ്ങർ ആകുന്നത്. നമ്മൾ വീക്കാകുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും. പിന്നീട് വീക്കറായിട്ടുള്ള ആൾ സ്ട്രോങ്ങറായി മാറും. അതാണ് നാച്ചുറൽ ലോ. അഗാസ, ഞാൻ നിന്നെ കൊന്നു കളയതല്ലാതെ വേറൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ടാഞ്ചറോ വാളോങ്ങി നിൽക്കുകയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആകുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ.